നമസ്കാരം. ADGP അജിത് കുമാർ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGP ആണ് പൂരം കലക്കാൻ കൂട്ടുനിന്നത്. അജിത് കുമാറിന്റെ പ്ലാൻ പ്രകാരം പൂരം കലക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ചെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. സർക്കാർ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണെന്നും അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണെന്നും VD സതീശൻ പറയുന്നു. പൂരം കലക്കാൻ കൂട്ടുനിന്ന പിണറായി തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് സുരേഷ് ഗോപി എത്തിയത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് ADGP ആദ്യം RSS നേതാക്കളെ കണ്ടത്. പൂരം കലക്കലിലൂടെ അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. പൂരം കലക്കിയ ദിവസം സ്ഥലത്ത് അജിത് കുമാർ ഉണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. VD സതീശൻ ആരോപിക്കുന്നു. പൂരം കലക്കൽ വിവാദം കനക്കുന്നതിനിടെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ എത്തിക്കുന്ന ദൃശ്യങ്ങൾ ചില ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. RSS ബന്ധമുള്ള വാരാഹി ഏജൻസിയുടെ കോർഡിനേറ്റർ അഭിജിത് നായരാണ് സുരേഷ് ഗോപിയെ പൂരപ്പറമ്പിൽ എത്തിച്ചത്. പൂരപ്പറമ്പിലെ ഇടപെടൽ ആസൂത്രണം ചെയ്തത് വാരാഹി അനലറ്റിക്സ് ആണെന്നാണ് ഉയരുന്ന ആരോപണം. വരാഹിക്ക് വേണ്ടിയാണ് RSS നേതാവ് ജയകുമാർ MR അജിത് കുമാറിനെ കണ്ടതെന്നും ആരോപണമുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്ക് കൈമാറിയ പൂരം അന്വേഷണ റിപ്പോർട്ട് ADGPക്കെതിരായ കുറ്റപത്രമാക്കി മാറ്റിയിരിക്കുകയാണ് DGP. റിപ്പോർട്ടിനൊപ്പം DGP തന്നെ നിർദ്ദേശങ്ങൾ കൂടി എഴുതി ചേർക്കുകയായിരുന്നു. അജിത് കുമാറിന്റെ 4 വീഴ്ചകളാണ് DGP എഴുതി ചേർത്തത്. 1. പൂരം മേൽനോട്ടത്തിനായി തൃശൂരിലേക്ക് അയച്ചിട്ടും കൃത്യമായ മേൽനോട്ടം നടത്തിയില്ല. 2. പൂരം മുടങ്ങുന്ന സാഹചര്യം അറിഞ്ഞിട്ടും തൃശൂരിലുണ്ടായിരുന്ന ADGP നേരിട്ടെത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ല. 3. പൂരത്തിന് 2 ദിവസം മുൻപെത്തി പോലീസ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ അടിമുടി മാറ്റി ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. 4. ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട അന്വേഷണം അനുമതി കൂടാതെ മാസങ്ങളോളം വൈകിപ്പിച്ച് അനാവശ്യ വിവാദത്തിനിടയാക്കി. ഇതിനിടെ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷം മാത്രം തുടർ നടപടി എടുത്താൽ മതിയെന്നാണ് റിപ്പോർട്ട് പരിശോധിച്ച മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പൂരം കലക്കാൻ രാഷ്ട്രീയ താൽപര്യമുള്ള ആസൂത്രിത നീക്കമുണ്ടായെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഗൂഢാലോചന കണ്ടെത്താൻ തുടരന്വേഷണം വേണമെന്നാണ് DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലാണ് സർക്കാർ നിയമോപദേശം തേടുന്നത്. നന്ദി.